കൈയൊക്കെ മരവിച്ചു വന്നു. എന്തിനറിയോ? ഫോക്കസാവ് ഇത് മഞ്ഞ് കാണാൻ. ഓ മഞ്ഞേ കിട്ടി. വണ്ടിയോട്ട് കാണാൻ പെരക്കാരെ അറിയാതെ ഇറങ്ങിപ്പോണ വണ്ടി തള്ളിപ്പോണത്. ഹലോ ഗൈസ്, വാട്സപ്പ്. അപ്പോൾ ഇന്ന് ഊട്ടിക്ക് മഞ്ഞ് കാണാൻ വേണ്ടി പോവാണ്. അവിടെ ഡൊമിനാറുണ്ട്, എക്സ്പൾസ് ഉണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ ഡിസ്കവറിലാണ് പോണ്. വണ്ടി ചുരം കയറുമോ കയറ്റത്ത് നിൽക്കുമോ, വണ്ടി ബൈക്കിൽ പണി തരുമെന്ന് നമുക്ക് കാണാം. ഇനി പോട്ടെ. ചാവക്കെടുത്തോ വണ്ടിയിലല്ലേ? ചോ. അപ്പോൾ വണ്ടിയോട്ട് കാണാൻ പെരക്കാരെ അറിയാതെ ഇറങ്ങിപ്പോണ വണ്ടി തള്ളിപ്പോണത്. ഈ രണ്ടും ഞങ്ങൾ എടുക്കൂല. പോട്ടെ പോട്ടെ പോട്ടെ. കണ്ടുപോയി പോലെ പോയി അങ്ങോട്ട് പോട്ടെ. ഒരു കുട്ടി ഇതറിയില്ല. അല്ല, കുറച്ചും കൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ. ഞാൻ തറവാൻ്റെ പതിവില്ല. വയ്യൊന്നും കാണില്ല. പോട്ടെ ഗൈസ്. ഇന്ന് നിങ്ങൾ പൊളിക്കും. കൊണ്ടിക്കത്തില്ല മീശപ്പുലി പോയി. അല്ല, അങ്ങനല്ല. എനിക്കപ്പുറത്ത് ഊട്ടിക്ക് മഞ്ഞ് കാണാൻ പോവാ. രണ്ട് മുണ്ടകൾ. പോട്ടെ പോട്ടെ. തറവാടൊക്കെ പോയി. തറവാട്ടിൽ ക്യാമറ ഉണ്ട്. നമ്മൾ ഇപ്പോഴും പോയി സെൻസ് ഓൺ ആവും. ഒരു സംശയമില്ല. അപ്പോൾ ഇനി വണ്ടി എടുത്ത് പോട്ടെ. നിർത്താത്ത. അപ്പോൾ ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാം. ബൈ. ചുരം കയറിക്കൊണ്ടിരിക്കുക. ആരുമില്ല. ചെറുത്ത് ഞങ്ങളുണ്ട്. ആനയുടെ കാട്ടാനും കാണാം. അമ്മാര് ഒഴിഞ്ഞെടുക്കുന്ന ചുരം. ഈ ചുരത്ത് വേറൊരു പട്ടിക്കുട്ടിയെ പോലും കാണാനില്ല. എന്ത് പറയുന്നു? ആരില്ലേ? ആ മഹേന്ദ്രന്റെ പിക്കപ്പിന്റെ പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം കാണാം. വന്ന് എവിടോ എത്തി ഊട്ടിയില്ലേ. ഇതെന്താ തവളപ്പാറ എന്തോ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഞാൻ നിക്കാം. കൈ അനക്കാനും ബുദ്ധ. ഞങ്ങൾ ഡിസ്കളവിയും പാടി ഇങ്ങോട്ട് എത്തിക്കണു. ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ. കോട കാണാൻ വേണ്ടി വന്നാ ഡിസ്കളവി. അങ്ങനെ വന്ന് ഡിസ്കളവി ഇങ്ങോട്ട് ഈ കാറ്റൊക്കെ കയറി അങ്ങനെ എത്ര നേരം ഓടി എന്നുള്ളൊരു ഐഡിയ. കയ്യൊന്നും സത്യം പറഞ്ഞാൽ മടക്കാൻ പോലും വെക്കണ്ടേ. അമ്മൊരു അവസ്ഥ. കൈ മടങ്ങളില്ല. കൈയും കരക്കൊക്കെ ഒരു തരിപ്പ് കയറുന്നുണ്ട്. വെച്ചോ പിന്നെ അവിടെ നല്ലൊരു മല ഉണ്ടല്ലോ. വിറക്കുണ്ട്. ഒന്നും വെച്ച കോട കാണാൻ വന്നിട്ട് കോടനെ കാണാനല്ലേ. പക്ഷെ ഞങ്ങളെ ഓടിക്കണോ. സൺസെറ്റ് വ്യൂ എന്തെങ്കിലും കണ്ടിട്ട് ചായ കുടിച്ചാണ്. ഇവിടെ ആണെങ്കിൽ ഒരു ചായപ്പൊടി തുറന്നിട്ടില്ലേ. വല്ലാത്ത കഥ. ഞങ്ങൾ ആ ചുരം കയറിയപ്പോഴല്ല സത്യം പറഞ്ഞാൽ പൊരിച്ചത്. ഞാൻ എന്താ മുട്ട്. കാരണം ചെക്ക് പോസ്റ്റിൽ ആരും കണ്ടതുമില്ല. ഇനി നമ്മളെ പോലെ കാണാത്തോണ്ടാണോ എന്താ അറിയില്ല. ഞങ്ങളവിടെ കയറിപ്പോന്നു. പിന്നെ ചുരം ഇങ്ങനെ കയറാന്നല്ലാതെ ഒരു വണ്ടിയും കാണില്ല, ഒന്നുമില്ല. സത്യം പറയാം, അന്തം വിട്ടു. അങ്ങനെ ആ ചുരം മൊത്തം കയറി. എന്തൊക്കെ സൗണ്ട് കേൾക്കാണ്ട്. അങ്ങനെ ആ ചുരം മൊത്തം കയറി പോന്ന്. മറ്റേ കയറുമ്പോൾ ഇതെന്തോ ലൂപ്പ് ഹോളിൽ പെട്ട മതി. ചുരം കയ്യണ്ടേ, ആ ഫീല് കിട്ടണില്ലേ. നീ പോട്ടെ. ഇവിടെ കണ്ട എവിടക്ക ഒരു രക്തോട്ടം കൂടാൻ വേണ്ടി വന്നിട്ട്. ഞാൻ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. എന്നോട് പോട്ടെ. ഏതായാലും പോട്ടെ. വല്ല ചായ അടിച്ചണം, അല്ല നടക്കൂല. ഉള്ളിക്ക് ചൂട് വന്നിട്ടില്ലെങ്കിലേ ചാവും. ഇത് മറ്റേ നീലാകാശം മഞ്ഞക്കുയിലൊക്കെ പറയാൻ ഇറങ്ങിയതാ. നടക്കൂല മോനെ. ഡിസ്കളവി കയറ്റം കയറി. ഞാൻ ചുരത്തുനിന്ന് കുടുങ്ങുമെന്ന് എഴുതിയാ. പക്ഷെ ഡിസ്കളവി ഞങ്ങളെ തളർത്തിയില്ല ഗൈസ്. ഡിസ്കളവിയിലാണ് ഇനി പ്രതീക്ഷ. പോട്ടെ ബൈ. നീ മതി പോവാ. ഒരേ ഫോട്ടോ എടുക്കല്. അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫർ. പക്ഷെ അവിടെ കാണാൻ വൈബുണ്ട് കേട്ടോ. കണ്ട് കൈയൊക്കെ മരവിച്ചു വന്നു. എന്തിനറിയോ? ഫോക്കസാവ് ഇത് മഞ്ഞ് കാണാൻ.
മഞ്ഞേ കിട്ടി. ഈ ഒരു സാധനം റീലില് കണ്ടിട്ടാണെന്ന് വന്നത്. കണ്ട് ഏതാ ഒരുത്തം തിന്നാന്നോ അത്ര സൈക്കോ. ഈ ഒരു സാധനത്തിന് റീലില് കണ്ടിട്ടാണ് വന്നത്. ഫോക്കസ് ആവും തിന്ന ഫോക്കസ് ആവുന്നുണ്ടെങ്കിലേ ഇത് കിട്ടണില്ലല്ലോ. ഈ ഒരു മഞ്ഞ പറയാൻ പറ്റിയ ഈ സാധനം റീല് കണ്ടിട്ടാണ് കൈയൊക്കെ സത്യം പറയട്ടെ മരവിച്ച് അനങ്ങാൻ വെക്കണില്ല. അമ്മതി മരവിച്ചിങ്ങനെ. ഒന്നാമത് വണ്ടി ഓട്ടില്ലേ ഡിസ്കളവിന് ഞാൻ സമ്മതിച്ചിരിക്കണു. എങ്ങനെയല്ല സാധനം അന്തസ്സായി കയറി പോന്നു. ഞാൻ പേടിച്ചിരുന്നു. കാരണം ഈ സാധനം അത്ര ദൂരം കൊണ്ടുവച്ചൊരു ഐഡിയ ഇല്ല. വണ്ടിക്ക് ഇഷ്ടം പോലെ കേടും കംപ്ലൈൻറ്റും ഉള്ളതാണ്. എങ്ങനെയൊക്കെ വണ്ടി പോന്ന് ഇതിലെത്തി. ഊട്ടിക്ക് ഇറങ്ങിയതാ മഞ്ഞ് കാണാൻ. ഏതോ ഒരു മുക്കിൽ ഇവിടുന്ന് അപ്പം മഞ്ഞ് കണ്ടത്. അങ്ങോട്ട് ഇറങ്ങി പോയി അടഞ്ഞു മഞ്ഞുണ്ടാവോ? ഇവിടുന്ന് ചായ കുടിച്ചപ്പോഴാണ് സുഖം കിട്ടിയത്. ചായക്ക് തരാ അറിയോ? ചായക്ക് 15. കോഫിയെല്ലാം കുടിച്ച് കോഫിക്ക് 15. ഒരു നുറുക്കിന് 20 റുപ്യ. അന്തസ്സായി പറ്റിയതില്ല. തണുപ്പ് കൂട്ടി ഞങ്ങള് അടുത്ത സ്ഥലത്ത് പോയിട്ട് ബാക്കിയിരുന്ന് കാണാം. ഇജിന്റെ കയ്യും ചൂട് കൈ വെയിലട്ടിയാലും മാറ്റൊന്നുമില്ല. ഒരു മാറ്റില്ല. എങ്ങനെയും തടിയൊന്ന് ചൂടാക്കണം. അല്ല നടക്കൂല. ഇനി വല്ല വണ്ടീൻ്റെ ബോണറ്റും കയറി ഇരിക്കേണ്ടി വരും. പോട്ടെ. കയ്യൊക്കെ പുടുത്തം മുട്ടക്കണേ. സത്യം പറയട്ടെ ഉമ്മാരി വണ്ടി ഓട്ടാനിക്കില്ല. ഒന്ന് കഴിയുമ്പോൾ ഗ്ലൗസ് സാധനം ഒന്നുമില്ല. പുടുത്തം മുട്ട തണുപ്പാണ്. ഇവിടെ തിരിച്ചാനുള്ള പൂതിയുണ്ട്. കാരണം അമ്മാരി തണുപ്പ്. സംഭവം കാണാൻ നല്ല ക്ലൈമറ്റാണ്, നല്ല വൈബാണ്, നല്ല സൂര്യനുണ്ട്. പക്ഷെ സൂര്യന് ചൂടില്ല, തണുപ്പാണ് തരുന്നത്. കുറച്ച് തണുപ്പിട്ട് സെറ്റ് ആകുമ്പോഴത്തേന് നല്ല കാറ്റാണ് ഒന്ന് അതാണ് പോകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പോട്ടെ. വണ്ടിൻ്റെ ഇത് മാറ്റി തരാം. അങ്ങോട്ടേ വണ്ടിൻ്റെ ഇമ്മ തൊട്ടിട്ട് ചൂടില്ല കണ്ടോ. കൈ ഇങ്ങനെ തൊട്ട് നിൽക്കാം. എഞ്ചിൻ ചൂടില്ല. 100 cc നേരത്ത് ഇങ്ങനെ തണുക്കാൻ പറ്റിയോ? പൊട്ടിത്തം മുട്ടിക്കണേ. കാലൊക്കെ ഞാൻ അടിത്തരാ. അങ്ങനെ കാലും പോയി കജ്ജും പോയി ഒക്കെ പോയി. പെരയ്ക്കെത്തുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. അമ്മാതിരി അവസ്ഥയാണ്. വെള്ളത്തിൽ വല്ല തീക്കനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം കൂടിക്കണം. ആപ്പടെ സൂര്യൻ്റെ കുറച്ച് വെളിച്ചാണുള്ളത് ചൂട് കിട്ടാൻ. കാറ്റിട്ടുണ്ട്. ഓരോ റീലും കണ്ട് പൊട്ടി മുളിച്ചിറങ്ങിയതാണ് ഞാൻ. മഞ്ഞ് കിട്ടും പറ കിട്ടും എന്നാണ് സംഭവം. മഞ്ഞ് കണ്ടു ഇത് ഫ്രീസറിലിട്ട് അനക്ക് ചൂട് ഇച്ചി കാറ്റടിച്ച് പോവാണ്. ചൂടുണ്ട് പക്ഷെ കാറ്റിൽ പോകണൊക്കെ. പുടുത്തം മുട്ട് കയ്യൊക്കെ നോക്ക്. ഫോക്കസ് ആടോ. നടക്കുമ്പോൾ ഓരോ ഭാഗത്ത് വേദന വരികയാണ്. എന്താ അറിയോ, പുടുത്തം മുട്ട വേദന. ഒരു കൈൻ്റെ സൈഡിലേക്ക് ഇങ്ങനെയാണ് നടക്കുമ്പോൾ. റീലും കണ്ട് ഇങ്ങനെ ഇറങ്ങരുത് കേട്ടോ. ഇറങ്ങുമ്പോൾ എന്തായാലും ബൈക്കും ഇറങ്ങാന്നുണ്ടെങ്കിൽ വല്ല കോട്ടും സൂട്ടും ജാക്കറ്റും ചോക്കറ്റും ഇടണം. ഞാൻ ആപ്പാടിട്ടത് ഈ ഡ്രസ്സ് മാറ്റാം. മറ്റോ കണ്ടില്ലേ, ഇവൻ ബാക്കിൽ ഇരിക്കണോണ്ട് ഓൻ ഈ ഡ്രസ്സായിട്ട് ഒരു കുഴപ്പമില്ല. മുന്നിൽ നിൽക്കണ കാറ്റ് ഫുള്ള് ഇൻ്റെ മേത്തേക്കാണല്ലോ. അപ്പോൾ ഓൻ സേഫാണ്. ഞാനാണ് ചാവണേ. കയ്യൊക്കെ മരവിച്ചോടോ. ഗൂഗിൾ മാപ്പ് പറഞ്ഞ പ്രകാരം ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ആ വ്യൂ പോയിന്റിലേക്ക് വന്നതാണ്. തമിഴ്നാടുള്ള ഏതോ ഒരു വ്യൂ പോയിന്റ്. ഇത് തമിഴ്നാട് തന്നെയല്ല, തമിഴ്നാട് തന്നെ. വ്യൂ പോയിന്റ് കാട്ടിത്തരാം. നല്ല വ്യൂ. വാട്ട് എ വ്യൂ. ഏതൊരു വ്യൂ പോയിന്റ് എത്തണം. ഇവിടുന്ന് എങ്ങോട്ട് വെച്ചപ്പോ എനിക്കറിയാം എങ്ങോട്ട് പോകണമെന്നുള്ളു. ഇങ്ങനത്തെ റിട്ടേൺ പ്ലാൻ ഉണ്ടാക്കട്ടെ. എല്ലാം തീരുമാനമായി. പോരിനടിയിൽ നെറ്റ് പോയി, GPS പോയി. ഞങ്ങൾക്ക് ഞാൻ അപ്പടെ 22 എത്ര കിലോമീറ്റർ ആണ് പിന്നെ ആദ്യം 20-something കിലോമീറ്റർ കവർ ചെയ്താൽ മസനക്കുടി പോയി നാട്ടിൽ എത്തിനോ. ഇപ്പം നോക്കുമ്പോൾ 40-30 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഏതോ പൊണ്ണാച്ചി കാട്ടിൽ എത്തിക്കണം. മൊത്തം നല്ല കാട്, കാണാൻ നല്ല വ്യൂ ഉണ്ട്. കണ്ടിരിക്കും. എൻ്റെ ഇവിടെ നേരെ റൂട്ട് അറിയണേ. ഇത് ക്യാനല്ല, ഇവിടെ ഒക്കെ ടീ തന്നെ.
കോട്ടനായി. അപ്പം നീ പോയോക്കട്ടെ, എവിടേക്കാ നീ വയ്യുന്നോ? ഇത് എങ്ങോട്ടെത്തുന്ന ഒരു ഐഡിയ ഇല്ല. അല്ല ആ മാപ്പിൽ നോക്കാം, ആ ഇറങ്ങുന്ന റോഡേറ്റാണോ ഏത്? ആ അടീക്കള് ഇവിടുന്ന് ഇപ്പൊ നേരെ പോകാനാ പറയുന്നത്. നേരെ അല്ല മാപ്പിൽ അടീക്ക് പോയിട്ടുണ്ടോ അങ്ങോട്ട്? ഒന്ന് ചെറുതാക്കി നോക്കാം. ഇത് നേരല്ലേ, റിട്ടേണല്ലേ പറയണത്? അതായത് അടിപൊളി, ഒന്നും പറയാനില്ല. ട്രാപ്പ് അയക്കണം. അങ്ങനെ ഊട്ടി പോയി വന്നു. ഞാൻ ആദ്യം പറഞ്ഞുതരാം, കണ്ണി കണ്ട റീലും കണ്ട് അവിടെ മഞ്ഞ് പെയ്യുണ്ട്, മഞ്ഞുണ്ടായിരുന്നു പോയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ പോയിട്ട് കണ്ട ഏതോ ഒരു കണ്ടടുത്ത് തുള്ളി മഞ്ഞടക്കുണ്ട്. പിന്നൊരു കാര്യം പോണോലോട് ആദ്യം പറയാനുള്ളത്, ഞാൻ പോയപ്പോൾ ഗ്ലൗസ് ഇല്ല, 1 ഷൂസ് ഇല്ല, 2 പിന്നെ ഈ ഒരു കുപ്പായട്ടീൻ്റെ ഇതൊരു ടീഷർട്ട് ടൈപ്പ് ഓസാണ്. തണുത്തിട്ട് മനുഷ്യന് വണ്ടി ഓട്ടാൻ പറ്റില്ല, കൈയൊക്കെ ഇങ്ങോട്ട് മരവിച്ച് ആകപ്പാടെ ഒരു ജായി മറ്റൊരുത്ത അവസ്ഥയായി. സത്യം പറയാം, കൈ എന്നിട്ട് ചൂടാകാൻ വേണ്ടി ഞാൻ എഞ്ചിന്മ കൊണ്ടുപോയി കൈ വെച്ചു. ഇത് കൈ ചൂടാവണില്ല, എഞ്ചിനേ തണുത്തുക്കണ്. കാരണം ഇപ്പം ഈ ടൈം കിട്ടും, ഇപ്പം ഈ ഡിസംബറിൻ്റെ ടൈം, ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമെല്ലാം പറഞ്ഞു, ഇപ്പോഴത്തെ കേസാണ് പറഞ്ഞത്. പോകുന്നുണ്ടെങ്കിൽ ബൈക്കുമ്പോൾ പോകണമല്ലോ ഒരു കാര്യം, പോകുന്നുണ്ടെങ്കിൽ ഫുള്ള് സെറ്റപ്പായിട്ടും പോവാം, അല്ലെങ്കിൽ തണുത്ത് ചാവും. അത് പറഞ്ഞാൽ പിന്നെ വല്ലതും തിന്നാൻ വേണമെങ്കിൽ കൈക്ക് കരുതിക്കോളി. കാരണം അവിടെ ചെന്നാണ്ട് 5 ഉറുപ്പ്യൻ്റെ നുറുക്ക് 20-ഒക്കെയാണ് അവിടെ ഓരോരുത്തർ കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ തിന്നതിന് കുറച്ച് മെനക്കെടും. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് പോന്നിട്ട് എവിടെ പോന്നിട്ടാണ് ചോറ് വെച്ചിരിക്കണത്. ഞങ്ങൾ അവിടുന്ന് ചായ അടിച്ചു, ചെറിയ കടിയും തിന്ന് പോകുന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. മഞ്ഞ് കാണാൻ പോയി, തണുത്ത് തീരുമാനമായി. പിന്നെ മസനക്കുടി വഴി ഊട്ടി, അത് പറയാതിരിക്കാൻ പറ്റുക. കുറേ അങ്ങനെ പോന്നു, മാഞ്ഞ കണ്ടു, ആന കണ്ടു, പിന്നെ ഇപ്പം എന്താ കണ്ടു, കുരങ്ങനെ കണ്ടു, കുരങ്ങൻ പിന്നാലെ കൂടി, അങ്ങനെ ഒരവസ്ഥ. അപ്പോൾ ഇനി എന്തെങ്കിലും എപ്പോഴെങ്കിലും വീഡിയോ അവിടെ മൂടാവുന്നതിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ട് പിന്നെയും വരാം. അതായിരിക്കും നിങ്ങൾ മസനക്കുടി വഴി ഊട്ടി കൂടി ഒന്ന് പോയി.